ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേരി ടീച്ചർക്ക് ഒരു വീട് പണിത ഒരു കഥ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ആ വീടിനെ മനോഹരമായ ആ വീടിനെ പറ്റിയും അതേപോലെ തന്നെ ആ കസ്റ്റമറുടെ എക്സ്പീരിയൻസും ഒരാളെ കോൺട്രാക്റ്റ് ഏൽപ്പിക്കുകയും ആളിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. അതിനു മുമ്പ് ആ ഒരു മേരി ടീച്ചറുടെ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം മറ്റൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാണ് മേരി ടീച്ചർ ആ വീട് വെക്കണേ. ഇപ്പോൾ മേരി ടീച്ചറുടെ ആ ഒരു വീടിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ നമ്മുടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയുള്ള ഒരു ആൾ അതേപോലെ തന്നെ ആ കോൺട്രാക്ടറെ കോൺടാക്റ്റ് ചെയ്യുകയും ആളൊരു വീട് നിർമ്മിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ വീട് പണിതത്, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. സ്റ്റാർട്ടഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. ഒരു വീടുണ്ടായ കഥ തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കാര്യം തന്നെ ആയിരിക്കും. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീട് ഉണ്ടായ കഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം വീടിൻ്റെ കഥ പറയാനായിട്ട് വീട്ടിലെ ഗ്രഹനാഥ തന്നെയുണ്ട്. പേരെന്താ? രാഗിണിയാണ് ഈ ഒരു വീടിൻ്റെ ഗ്രഹനാഥ. അപ്പം രാഗിണിയുടെ ഐഡിയ ഉണ്ട്, രാഗിണിയുടെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ഉണ്ട്, കുറേ ആളുകളുടെ ഐഡിയപരമായിട്ട് ഉണ്ടായ വീടാണ് ഈ കാണുന്ന വീട്. അപ്പോൾ രാഗിണി, ഇത് ഏതാ സ്ഥലം കൃത്യമായിട്ടുണ്ട്? ഇത് പുതിയകാവ് ഉദയംപേരൂർ പഞ്ചായത്താണ്, തൃപ്പൂണിത്തുറ. അപ്പോൾ ഇത് എത്ര സെന്റ് സ്ഥലമാണ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത്? 5.5 സെന്റ് സ്ഥലമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു സ്ക്വയർ പ്ലോട്ട് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് തന്നെ ഒരു ചലഞ്ചായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 5.5 സെന്റ് സ്ഥലത്തിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ പണിതത്? സ്ക്വയർ ഫീറ്റ് 2200 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ ഒരു വീട് നിർമ്മിച്ചത്. അപ്പോൾ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്പയർ ആയ വീഡിയോ നമ്മുടെ അടൂരത്തെ മേരി ടീച്ചറിൻ്റെ വീടാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണോ നിങ്ങളിത് മഹേഷ് എന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങളിത് കൊടുക്കുന്നത്, കോൺട്രാക്ട് കൊടുക്കുന്നത്? അതെ. ഞങ്ങൾ ഒരുപാട് ലോ ബഡ്ജറ്റ് ഹോംസ് നോക്കിയിരുന്നു. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ, സ്നാപ് ഡീൽസിന്റെ ഒരു വീഡിയോസ് ആണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മേരി ടീച്ചറിൻ്റെ ഒരു വീട് കണ്ടു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കി അതിൻ്റെ കോൺട്രാക്ടറിനെ കുറിച്ച് വളരെ നല്ലൊരു റിവ്യൂ പറയുന്നത് കേട്ടു. ടീച്ചർ പെട്ടെന്ന് തീർന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് കോൺടാക്ട് ചെയ്യുക. അതോടുകൂടി ആ പരിപാടി നിർത്തിയോ? നമ്മൾ യൂട്യൂബിനകത്ത് വീടിൻ്റെ വീഡിയോ അന്വേഷിക്കുന്ന പരിപാടി നമുക്കൊരു വീടായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിർത്തി. അപ്പോൾ ആ കുറച്ച് നാൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയുള്ള ഒരാളാണ്. ഏകദേശം 2 വർഷം മുമ്പ് പറഞ്ഞ പരിപാടി നമ്മളിതിൻ്റെ പണി പ്ലാൻ ആയപ്പോൾ തന്നെ പരിപാടി നിർത്തി, പിന്നെ അങ്ങനെ അത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ, ഒരുപാട് വീടുകളുടെ വീഡിയോസ് കണ്ടു, അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർ ആയി. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഇത് എനിക്ക് വന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ
ഭയങ്കര ഫ്രണ്ടേജ് ആണ്. ആ ഈ ഒരു ഫ്രണ്ട് എലിവേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വരയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പ്ലാനോ മറ്റോ മഹേഷിന് കൊടുത്തിട്ടുണ്ടോ, അതോ പൂർണ്ണമായിട്ടും മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ അങ്ങ് വിട്ടുകൊടുത്തതോ, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞതോ എനിക്ക് ഇത്ര റൂമുകൾ മതി അങ്ങനെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്തത്? അല്ല, ഞങ്ങളുടെ കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ വര പോലും ഞാൻ പറഞ്ഞിട്ടാണ് അതേപോലെ തന്നെ വര വന്നിരിക്കുന്നത്. ഓടിന്റെ താഴെ വന്നിരിക്കുന്ന വര പോലും ഞങ്ങൾ പറഞ്ഞിട്ടാണ്. അതേപോലെ കോട്ടിയാട് പറഞ്ഞിരുന്നു നമ്മള് ഉള്ളിലേക്ക് കയറുമ്പോൾ. എക്സ്റ്റീരിയറിന്റെ കാര്യമോ ചോദിച്ചേ? ഇതെല്ലാം നമ്മൾ പറഞ്ഞനുസരിച്ചാണ്, നമ്മൾ പറഞ്ഞ പ്ലാൻ അനുസരിച്ചാണ് പുള്ളി ചെയ്ത് തന്നേക്കുന്നത്. മഹേഷിന്റെ ഐഡിയാസും ഉണ്ടായിരുന്നു. മഹേഷ് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പറയായിരുന്നു ഇത് ഇവിടെ ഇത്ര ഭംഗി ഉണ്ടാവില്ല, ഇത് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അങ്ങനെ ഒരുപാട് സജഷൻസ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇത് ഇട്ടിരിക്കുന്നതൊക്കെ മഹേഷിന്റെ ഒരു ഐഡിയ. സെപ്പറേറ്റ് ചെയ്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് നോട്ടം അധികം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഇങ്ങനത്തെ പ്രൈവസിയും കൂടെ ചെയ്തത്. ഇതെല്ലാം പുള്ളിയുടെയും കൂടെ ഐഡിയാസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരെ, അതായത് ഒരു കോൺട്രാക്ടറിന്റെയും നമ്മളുടെയും കൂടെ ഐഡിയ കൃത്യമായിട്ട് ചേരുമ്പോഴാണ്. പുള്ളി ഒരു ആർക്കിടെക്ട് ആണോ മഹേഷ്? അത്യാവശ്യം ഡിസൈൻ ഒക്കെ പുള്ളിയാണ്. ഡിസൈൻ പുള്ളി തന്നെയാണ് ചെയ്ത് കാണിച്ചത്. A to Z കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്ത് നമ്മൾക്ക് തന്നത്. ഇന്റീരിയർ ഉൾപ്പെടെ ഫർണിച്ചർ ഇല്ലാതെ ഇന്റീരിയറുകളെല്ലാം പുള്ളി തന്നെയാണ് നമ്മൾക്ക് ചെയ്തു തന്നത്. നിങ്ങൾ ഇത് ഏകദേശം എന്നാണ് ഇതിനൊരു എഗ്രിമെന്റിലേക്ക് നിങ്ങൾ പോകുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു വീട് പണിയണം, അപ്പോൾ വീട് പണിയാനായിട്ട് ഒരു എഗ്രിമെന്റ് നമ്മൾ ചെയ്തത് എന്നാണ്? നമ്മളൊരു 9 മാസമാണ് എടുത്തിരിക്കുന്നത്. നവംബർ 27 ഓഗസ്റ്റ്. അപ്പോൾ ഏകദേശം എത്ര മാസം? 8 മാസം. അപ്പോൾ ആ വീഡിയോയ്ക്ക് അത് നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇവർ 8 മാസം കൊണ്ടല്ല 6 മാസം ടു 8 മാസം, 6 മാസമാണ് അവരുടെ മെയിൻ ഇത്. 6 മാസം കൊണ്ട് ഒരു വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ മെയിൻ. അതും കൂടി ഞങ്ങൾക്ക് ഒരു അട്രാക്ഷൻ പോയിന്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതും കൂടി വിചാരിച്ചിട്ടാണ് പെട്ടെന്ന്. കാരണം ഇപ്പോൾ ആർക്കും സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ടൈം തന്നെയാണെന്ന് ഞാൻ പറയാം. എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണിയേക്കാൾ കൂടുതൽ നിങ്ങൾ ടൈമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പാട്. അപ്പോൾ കൃത്യമായി ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആൾ കംപ്ലീറ്റ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഓവറോൾ ഉള്ള വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ വിചാരിച്ച ആ രീതിയിൽ തന്നെ ഏതാണ്ട് വീട് നമുക്ക് ഒത്ത് കിട്ടി. നമുക്ക് ഉള്ളിലേക്ക് കയറി ബാക്കി കഴിക്കുന്നുണ്ടാരോ? നമ്മൾ വീടിൻ്റെ മെയിൻ ഡോർ തുറന്ന് നേരെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണല്ലോ ലിവിങ് ഏരിയയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എനിക്ക് ഈ ലിവിങ് ഏരിയയോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ ആദ്യ ശ്രദ്ധ പോയതാണ് ഈ ഒരു ഭാഗത്തെ കേട്ടോ. ഇവിടെ ഒരു കോട്ടിയാടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു കോട്ടിയാട് പോലെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, ഇങ്ങനെ കുറച്ച് മീനും വെള്ളവും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ മഹേഷിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ, അതിൻ്റെ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് മഹേഷിനെ കാണിച്ചു. അപ്പോഴാണ് മഹേഷ് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റും, അത് 3 സ്റ്റെപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇറങ്ങി നിൽക്കാൻ കുഴപ്പമില്ലല്ലേ? ഇറങ്ങി നിൽക്കാം. ഇതിനകത്ത് ഒരുപാട് കളർഫുള്ളായ മീനുകളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ അക്വേറിയം പോലെയല്ല, ഇത് ചെറിയ മീനുകളെ നിങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടതാണ്? ഞങ്ങൾ വാങ്ങിച്ചിട്ടതാണ്. നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ വലിയ മീനുകൾ എന്താ ഒഴിവാക്കി? വലിയ മീനുകൾ ഒരുപാട് അഴുക്കാവുന്നു, വേസ്റ്റ് ഒരുപാട് വരുന്നവർക്ക്. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ചെറിയ മീൻ ആദ്യം നമ്മൾ വലിയ മീൻ ഇട്ട് നോക്കി. അപ്പൊ അത് പറ്റുന്നില്ല, അതുകൊണ്ട് ചെറിയ മീൻ. ഇവിടെ നല്ലൊരു എന്താ പറയാ പ്രയർ സ്പേസിന് ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ കൺസെപ്റ്റ് ആണോ ഇങ്ങനെയൊക്കെ വേണം? ഇത് ഞാൻ പറഞ്ഞിരുന്നു മഹേഷിനോട്, ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണം. പിന്നെ നമുക്ക് ദൈവങ്ങളുടെ ഒരു പ്രയർ അങ്ങനെ ഒരു രീതി വിളക്ക് കൊളുത്താനൊക്കെ ആയിട്ട് ഒരു സ്പേസ് വേണം പറഞ്ഞിരുന്നു. അങ്ങനെ അതിന് ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ല. നമുക്ക് 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ആണ് യൂസ്. ഈ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മുടെ തന്നെ ഇഷ്ടപ്രകാരം സെപ്പറേറ്റ് എടുക്കുക ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യം, ഇവിടെ സ്റ്റെയർ കേസ്. സാധാരണഗതിയിൽ ഇപ്പോൾ ആളുകളൊന്നും സ്പൈറലായുള്ള സ്റ്റെയർ കേസ് അധികം ഉപയോഗിക്കില്ല, കാരണം സ്പേസ് അധികം വേണ്ട. പക്ഷേ ഇന്നലെ ആളുകൾക്ക് എന്തോ സ്പേസ് കൂടുതൽ കൺസീവ് ചെയ്യുന്ന സ്റ്റെയർ കേസ് മതി. പക്ഷേ നിങ്ങൾ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം പർട്ടിക്കുലർലി ചെയ്തത്, അതോ മഹേഷിന് എന്തെങ്കിലും ഇതാണോ ഇൻപുട്ടാണോ അത് ഇങ്ങനെ ചെയ്താൽ മതി? ഞങ്ങൾ ആദ്യം നോർമൽ സ്റ്റെയർ കേസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് മഹേഷാണ് പറഞ്ഞത് ഇങ്ങനെ സ്പൈറലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ സ്പൈറൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമാണ് സ്പൈറലായിട്ട് ഇങ്ങനെ പോകുന്നു. നിങ്ങൾ എപ്പോഴും കൂടുതലും മുകളിലത്തെ നിലയിലാണോ താഴത്തെ നിലയിലാണോ ടൈം സ്പെൻഡ് ചെയ്യുക? ഹസ്ബൻഡും മോനും എപ്പോഴും മുകളിൽ തന്നെയായിരിക്കും. ഞാനിപ്പോൾ ചെറിയ കുട്ടി ഉള്ളതുകൊണ്ട് താഴെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ സ്പേസിലേക്ക് പോവാം.
കിച്ചൺ സ്പേസിലേക്ക്. അപ്പോൾ ഈ ഇൻറ്റീരിയർ എല്ലാം അല്ലെ ഈ ഡിസൈൻ കബോർഡ് വർക്കുകൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഇതിനകത്ത് തന്നെ ഇവർ തന്നെ ചെയ്തു തന്നെയാണോ? ഇതെല്ലാം മഹേഷിൻ്റെ തന്നെ. മഹേഷിൻ്റെ തന്നെയാണ്. നിങ്ങൾ ഇതൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്ത് യൂട്യൂബിലും അല്ലെങ്കിൽ ഓൺലൈനോ എല്ലായിടത്തും നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് കമ്പാരിറ്റീവ്ലി റേറ്റ് വെച്ചിട്ട് ഇവരുടെ ഈ ഒരു വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ? റേറ്റ് നമുക്ക് റീസണബിൾ ആയിരുന്നു എന്ന് പറയാം. വലിയ ഒരുപാട് റേറ്റിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ നമ്മുടെ ഐഡിയാസ്, എനിക്ക് ഓപ്പൺ കിച്ചൺ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ കിച്ചൺ വേണം, അപ്പോഴാണ് സ്റ്റോറേജ് സ്പേസും വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്രയും നന്നായിട്ട് ചെയ്ത് തന്നത് നന്നായി. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടി. നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റോറേജ് സ്പേസ് ഇത്രയും നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ വീടിനകത്ത് മൊത്തം എത്ര ബെഡ്റൂമുകളാണുള്ളത്? 4 ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂമുകളാണ്. 2 താഴത്ത്, 2 താഴെ 2 മുകളിലായി. 2 താഴെ 2 മുകളിലുമായിട്ട്. അപ്പോൾ ഇവരെ ഈ മഹേഷ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? വേറൊരാൾ പറഞ്ഞു വേറൊരാൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ വേറൊരാൾക്ക് വീട് വെക്കണം എന്ന് താല്പര്യമുള്ളൂ. ഇതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ മേരി ടീച്ചറുടെ വീട് നിങ്ങൾ കണ്ട പോലെ തന്നെ നിങ്ങളുടെ വീട് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതേപോലൊരു വീട് പണിയണം, ഇവർ അത്യാവശ്യം നല്ല ടൈമിൽ തന്നെ ചെയ്തു തരും എന്നൊക്കെ ഉള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം? സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് കുറേ പറയുമ്പോൾ മഹേഷ് ഇങ്ങോട്ട് പറയും അത് അവിടെ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല, ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ കുറച്ച് ഐഡിയാസ് നമുക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ തീർത്ത് തരികയും ചെയ്തു. അതുകൂടാതെ എല്ലാം നമുക്ക് വലിയ തെറ്റില്ലാതെ, ഒരുപാട് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ തന്നെ കുറച്ച് ഇതുകൊണ്ടാണ് ഞങ്ങൾ ടൈല് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ്, അതായത് നമ്മൾക്ക് വേണമെങ്കിൽ പുള്ളി പറയുന്നതല്ലാതെ നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം, എടുക്കാം. നമ്മളെ കൊണ്ടേ കാണിച്ചു ഷോപ്പിൽ, ഓരോ ഷോപ്പിൽ നമ്മൾ കൊണ്ടേ കാണിച്ചിട്ട് ഇന്നതാണ് ഇതാണ് റേറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഈ ടൈല് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ റേറ്റ് കൂടുതലായിരുന്നു. അത് മഹേഷ് എന്നോട് പറയുകയും ചെയ്തു റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതെടുത്തത്. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള ബഡ്ജറ്റ് എക്സീഡ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ടെന്ന് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരെ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ മഹേഷിൻ്റെ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എടുത്തോളൂ, വിളിച്ചോളുക. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണാം അല്ലേ? വന്ന് കാണാൻ കുഴപ്പമൊന്നുമില്ല. കണ്ടു നോക്കി നല്ലതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഡീൽ എന്തായാലും അതിൽ ഉറപ്പിച്ചോളൂ. എന്തായാലും ആളുടെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നേരെ അതെടുക്കുക, അതിലേക്ക് വിളിക്കാൻ നിങ്ങൾ ഡീലുകൾ ഉറപ്പിക്കാം. അപ്പോൾ ഇതേപോലെ മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ കഥയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.